കോർഡിലേറ്റേഴ്സ് എന്ന ചാപ്റ്ററിൽ എക്സസൈസ് 8.1 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ഷോ ദാറ്റ് ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ കോർഡിലേറ്റർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദെൻ ഇറ്റ് ഈസ് എ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് സ്ക്വയർ ABCD ഒരു സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ തന്നിട്ടുള്ള ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ കോർഡിലേറ്റർ, ഇതിന്റെ കോർഡിലേറ്ററിന്റെ ABCD ഒരു കോർഡിലേറ്റർ ആണെങ്കിൽ അതിന്റെ ഡയഗണൽസ് ACയും BDയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ബൈസെക്ട് ഈച്ച് അതർ ആയിട്ട് റൈറ്റ് ആംഗിൾസ്, രണ്ടും ബൈസെക്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ ആണ്. അതായത് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അതായത് AOD COD 90 ഡിഗ്രി, AOB 90 ഡിഗ്രി, COB 90 ഡിഗ്രി. അപ്പോൾ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ആയിട്ട് റൈറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ABCD ഒരു സ്ക്വയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ABCD സ്ക്വയർ ആവണമെങ്കിൽ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി എന്നാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അതായത് AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് AB സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. അതുപോലെ സ്ക്വയറിന് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്നും കൂടി നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്തൊക്കെയാ ഗിവൺ എന്നുള്ളത് നോക്കാം. ഗിവൺ ABCD DA കോർഡിലേറ്റർ. ABCD ഒരു കോർഡിലേറ്റർ ആണ്. ഡയഗണൽസ് AC and BD bisect each other at right angles. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗിവൺ. ഇനി ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABCD സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോ പ്രൂഫ് നമുക്ക് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് പറയാ, ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ABCD ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാം. എങ്കിൽ മാത്രമേ AB ഈക്വൽ ടു CD അതുപോലെ AD ഈക്വൽ ടു BC നമുക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടി ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, AOBയും ഈ രണ്ട് ട്രയാങ്കിൾ AOBയിലും CODയിലും. അതായത് ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് COD ഇതില് നമുക്ക് ബൈസെക്ട് ഈച്ച് അതർ ആയതുകൊണ്ട് OA ഈക്വൽ ടു OC ആണ്. അതുപോലെ OB ഈക്വൽ ടു OD ആണ്. OA ഈക്വൽ ടു OC, OB ഈക്വൽ ടു OD. ഈ രണ്ട് ട്രയാങ്കിളിൽ നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആയി. അതുപോലെ ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. അതായത് AOB ഈക്വൽ ടു COD, ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD, വെർട്ടിക്കലി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ OA OCക്ക് ഈക്വൽ, OB ODക്ക് ഈക്വൽ, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് SAS കോൺഗ്രുവൻസി റൂൾ ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ COD, SAS കോൺഗ്രുവൻസി റൂൾ. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, AB ഈക്വൽ ടു CD ബൈ CP CT. നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. AB ഈക്വൽ ടു CD ബൈ CP CT കിട്ടി. ഇനി എന്ത് പറയാം, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് OAB, ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OCD, ഇതും CP CT തന്നെ. അതായത് ഇവിടെ OAB ഈക്വൽ ടു OCD എന്ന് പറയുന്നത് രണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇങ്ങനെയാണ് ഉള്ളത്. ഈ ആംഗിൾ ഈക്വൽ ആണ്. ഇവിടെ നടുവിൽ ഇത് A, ഇത് C, ഇത് D. അപ്പോൾ OAB ഈക്വൽ ടു OCD ഇതെന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് രണ്ട് ലൈനും പാരലൽ എന്ന് പറയാം. അതായത് AB പാരലൽ ടു CD ആണ്.
എ ബി ഈക്വൽ ടു സി ഡി, എ ബി പാരലൽ ടു സി ഡി ആയാൽ നമുക്ക് എന്ത് പറയാം, therefore എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ഇവിടെ നമുക്ക് പാരലോഗ്രാം ആയി. പാരലോഗ്രാം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ഡി ഈക്വൽ ടു ബി സി ആണ്. അപ്പോൾ ഇവിടെ എ ഡി ഈക്വൽ ടു ബി സി കിട്ടി, എ ബി ഈക്വൽ ടു സി ഡി കിട്ടി. ഇനി നമുക്ക് സ്ക്വയറിന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നും കൂടി പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇത് ഇതിന് ഈക്വൽ ആണ്, ഇത് ഇതിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ എന്നാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗം, അതായത് ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് ഈ രണ്ട് ഭാഗം ഈക്വൽ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയും. അതിനുശേഷം പിന്നെ ആംഗിളും കൂടി പറയണം. ആംഗിൾ 90 ഡിഗ്രി എന്നും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിൾ, അതായത് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് ട്രയാങ്കിൾ സി ഒ ഡി. എ ഒ ഡിയും സി ഒ ഡിയും എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഒ ഡി ഈക്വൽ ടു ഒ ഡി കോമൺ ആയിട്ടുണ്ട്. ഒ ഡി ഈക്വൽ ടു ഒ ഡി കോമൺ ആണ്. പിന്നെ എന്ത് പറയാം, ഒ എ ഈക്വൽ ടു ഒ സി, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾസിലാണ് ബൈസെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. അപ്പോൾ therefore by SAS congruency rule triangle AOD congruent to triangle COD. SAS congruency rule. SAS congruency rule AOD congruent to COD. AOD congruent to COD ആണെങ്കിൽ AD equal to CD. ഇത് രണ്ട്, അതായത് by CP CT ആണ്. AD equal to CD by CP CD. അത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കിട്ടും. അപ്പോൾ 1 ഉം 2, ഇത് 1 ഇത് 2. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം, ഫ്രം 1 and 2, from 1 and 2 AB equal to, അതായത് എല്ലാ സൈഡും ഇവിടെ ഇപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി ഉണ്ട്, അതുപോലെ എ ഡി ഈക്വൽ ടു ബി സി ആണ്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ എ ഡി ഈക്വൽ ടു ഡി സി. അപ്പോൾ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി സി ഡിക്ക് ഈക്വൽ ആണ്. സി ഡി ഏതിനാണ് ഈക്വൽ കിട്ടിയത്, സി ഡി എ ഡിക്ക് ഈക്വൽ ആണ്, എ ഡി ബി സിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ സൈഡും ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം 1 and 2 എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡി എ ബി, അതായത് എ ബി ഡിയും എ സി ഡി രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് എ സി ഡി, in triangle ABD and ACD. ACB ഇതിൽ ABDയും ACBയിലും നമുക്ക് ഏതൊക്കെ ഈക്വൽ ആണ്, AC ഈക്വൽ ടു BD ഡയഗണൽസ് ആണ്. അതുപോലെ AB ഈക്വൽ ടു AB കോമൺ. പിന്നെ എന്തൊക്കെ പറയാം, AD ഈക്വൽ ടു BC. Therefore, by SSS congruency rule, triangle ABD congruent to triangle ACD. ACD by SSS congruency rule. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ആംഗിൾ, അതായത് ഡി എ ബിയും സി ബി എയും ഈക്വൽ ആയിരിക്കും. ഡി ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ സി ബി എ ബൈ സി പി സി ടി. ഈ ആംഗിളും ഈ ട്രയാംഗിളിന്റെ ഈ ആംഗിളും ഈക്വലായി. ഇനി ഇത് രണ്ടും ഈക്വലായി. നമുക്കറിയാം ഈ എ ഡി പാരലൽ ടു ബി സി ആണ്. എ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ സി ബി എ ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എ ഡി
പാരലൽ ടു ബി സി ആണ്, എ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ആണെന്ന് എഴുതിയാൽ മതി. കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് അത് രണ്ടും 180 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡി എ ബി സി ബി എക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് ഡി എ ബി ഈക്വൽ ടു 180, ഡി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മൾ ഇക്വേഷൻ 4, ഇത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. അതായത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി എന്നുള്ളത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ആൻഡ് ഡി എ ബി ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളത് ഇക്വേഷൻ 4 ആണ്. അപ്പോൾ ഫ്രം 3 and 4 എ ബി സി ഡി ഈസ് എ സ്ക്വയർ. സി ഡി ഈസ് എ സ്ക്വയർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്? അതായത് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എ ബി ഈക്വൽ ടു സി ഡി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ 2 ട്രയാങ്കിൾ എടുത്ത് ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുമ്പോൾ എ ബി ഈക്വൽ ടു സി ഡി കിട്ടും. അതുപോലെ എ ബി അതായത് അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഒ എ ബി ഈക്വൽ ടു ഒ സി ഡി ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എ ബി പാരലൽ ടു സി ഡി ആണ്. എ ബി പാരലൽ ടു സി ഡി ആയാൽ അതൊരു പാരലോഗ്രാം ആയി. അപ്പോൾ പാരലോഗ്രാം ആയതുകൊണ്ട് എ ഡി ഈക്വൽ ടു ബി സി ആയി. ഇനി നമുക്ക് ഈ 2 സൈഡ് ഏതെങ്കിലും 2 സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി സി ഡിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് കിട്ടും. അതിനുവേണ്ടി ഈ 2 ട്രയാങ്കിൾ എടുക്കുക. ഈ 2 ട്രയാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്യുക. എസ് കോൺഗ്രൻസ് റൂളിൽ എ ഒ ഡി കോൺഗ്രൻറ്റ് ടു സി ഒ ഡി ആയപ്പോൾ എ ഡി ഈക്വൽ ടു സി ഡി ബൈ സി പി സി ഡി കിട്ടി. അതിനുശേഷം എല്ലാ സൈഡ്സും ഈക്വൽ ആയി. ഫ്രം 1 നമ്മൾ എല്ലാ സൈഡ്സും ഈക്വൽ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ഇനി ഡി എ ബി 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി ഡി എടുത്ത് അതുപോലെ എ സി ബി ആ 2 ട്രയാങ്കിൾ കോൺഗ്രൻറ്റ് ആകുമ്പോൾ അതിന്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ 2 പാരൽസിന് നടുവിൽ അതായത് കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. ഇവിടെ എ ഡിയും ബി സിയും പാരലാണ്, എ ബി ട്രാൻസ്വേഴ്സൽ ആണ്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഡി എ ബി എന്നുള്ളത് 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ എ ബി സി ഡി ഒരു സ്ക്വയർ ആയിരിക്കും. 6th question, diagonal AC of a parallelogram ABCD bisects angle A, show that AC bisects angle C. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ABCD is a rhombus. അപ്പൊ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഇവിടെ ഗിവൺ എന്താണെന്ന് വെച്ചാൽ ABCD ഒരു പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. AC ഡയഗണൽ ആണ്. ഈ ഡയഗണൽ ഇവിടെ ഈ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുന്നു. ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗവും ഈക്വൽ ആയിരിക്കും. അതായത് DA ഈക്വൽ ടു ആംഗിൾ ബി എ സി. അതാണ് നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ആംഗിൾ അതായത് ആംഗിൾ ഡി സി എ ഈക്വൽ ടു ആംഗിൾ ബി സി എ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗിവൺ എന്താണ്? ഗിവൺ എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഈ 2 ആംഗിളും ഈക്വൽ ആണ്. AC bisects angle A. AC angle A നെ ബൈസെക്ട് ചെയ്യുന്നു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ ആംഗിൾ 1 ഇത് ആംഗിൾ 2 എന്ന് കൊടുത്തു, ഇത് ആംഗിൾ 3 ഇത് ആംഗിൾ 4. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ അതായത് നമുക്ക് ഗിവൺ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ് ഗിവൺ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് AC bisects ആംഗിൾ C. AC ആംഗിൾ സിനെയും ബൈസെക്ട് ചെയ്യുന്നു. അതായത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഗിവൺ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അപ്പൊ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. പ്രൂഫില് നമുക്കിപ്പോ ഇവിടെ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. പാരലോഗ്രാമിൽ 2 പാരലൽ സൈഡ്സ് ആണ്. അതായത് എ ബി പാരലൽ ടു സി ഡി ആണ്, അതുപോലെ എ ഡി പാരലൽ ടു ബി സി ആണ്. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ബി പാരലൽ ടു സി ഡി. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 4.
ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 4 കിട്ടി. ഇത് രണ്ട് ലൈനും പാരലൽ ആവുമ്പോൾ, അതായത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് എ ബി പാരലൽ ടു സി ഡി ആയതുകൊണ്ട്. അതുപോലെ ഇനി നമുക്ക് എന്ത് പറയാം, എ ഡി പാരലൽ ടു ബി സി. എ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3, ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. അതിനും റീസൺ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇത് രണ്ട് പാരലൽ. അപ്പൊ ഇങ്ങനെയുള്ള സെറ്റ് പോലെ എടുത്തു കഴിഞ്ഞാൽ 2 3, ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് കിട്ടി. നമുക്ക് എന്താണ് ഗിവൺ? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഇത് ഗിവൺ ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഓരോന്ന്, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഫ്രം 1 2 and 3, ഫ്രം 1 2 and 3 നമുക്ക് എന്ത് പറയും? ഇവിടെ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 1 ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ 2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ 3 ഈക്വൽ ടു, അതായത് ഇവിടെ ആംഗിൾ 1 എന്ന് പറയുന്നത് ആംഗിൾ 2 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 3 ഈക്വൽ ടു 2 ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ 3 ഈക്വൽ ആണ്. അപ്പോൾ therefore from 1 2 and 3 ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് കിട്ടും. ഇവിടെ ആംഗിൾ 1ന്റെ പ്ലേസിൽ നമുക്ക് ആംഗിൾ 2 ആയി. ആംഗിൾ 2 ആംഗിൾ 3ക്കാണ് ഈക്വൽ. അങ്ങനെയാണ് നമുക്ക് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഫ്രം 1 2 and 3 നമുക്ക് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ആണെങ്കിൽ therefore AC bisects angle C. AC bisects angle C. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതില് ABCD ഈസ് എ റോംബസ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിലെ അതായത് ABCD ടു പ്രൂവ് ABCD ഈസ് എ റോംബസ്. റോംബസ് ആവണമെങ്കിൽ നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറയും. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാ അറിയുന്നത്? AB ഈക്വൽ ടു CD ആണ്, AD ഈക്വൽ ടു BC ആണെന്ന് അറിയാം. അപ്പോ ഇവിടെ നമുക്ക്, അതായത് ആംഗിൾ 3 ഈക്വൽ ടു ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ആംഗിൾ 2 ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ 2 ഈക്വൽ ടു, അതായത് AD പാരലൽ ടു BC ആണെങ്കിൽ AD പാരലൽ ടു BC ആവുമ്പോൾ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ആണ്. അതുപോലെ നമുക്ക് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഗിവൺ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ 2 ആംഗിൾ 3ക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് എന്താ പറയാ? ആംഗിൾ 2 രണ്ടിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് പറയാൻ കഴിയും. അതായത് ഇവിടെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. AD പാരലൽ ടു BC ആയതുകൊണ്ട് ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇത്. AD പാരലൽ ടു BC ആയപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? AB ഈക്വൽ ടു BC. അതായത് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിൽ നമുക്ക് എപ്പോഴാണ് രണ്ട് ആംഗിൾ ഈക്വൽ ആണ്? ഐസോസെലസ് ട്രയാംഗിൾ. അപ്പൊ ബേസ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു BC എന്ന് കിട്ടി. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 ആയപ്പോൾ. പിന്നെ ABCD ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് AB ഈക്വൽ ടു CD ആണ്. അതുപോലെ AD ഈക്വൽ ടു BC ആണ്. ABCD പാരലോഗ്രാം ആയതുകൊണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് AB ഈക്വൽ ടു BC എന്ന് കിട്ടി. അപ്പോൾ therefore AB ഈക്വൽ ടു BC is equal to CD ഈക്വൽ ടു AD ആയി. ABCD is a rhombus. അപ്പോൾ അത്ര ഇതിലുള്ളൂ. നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് ആംഗിൾ 1 ആംഗിൾ 3ക്ക് ഈക്വൽ ആയി കിട്ടിയപ്പോഴാണ് നമുക്ക് അതിന്റെ സൈഡ്സ് ഈക്വൽ ആയത്. ABCD റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്